കുട്ടന്റെ ഷിനിഗാമി എന്ന സിനിമ വൻ വിജയമാക്കിയ പ്രേക്ഷകർക്ക് നന്ദി പറയുകയാണ് യുവ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ. കേരളത്തിലെ 175ഓളം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. എന്നാൽ തിയേറ്ററുകളിലെ പ്രദർശന സമയം കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ വളർന്നു വലുതായതിനു ശേഷം റഷീദ് പാറയ്ക്കൽ നമ്മുടെ ആളാണ് എന്ന് പറയുന്നതാണ് പൊതുവെ ഉണ്ടാവുക. അല്ല, ഞാൻ ഭരതേട്ടൻ്റെ നാട്ടുകാരനാണ്. പക്ഷെ ആ വളർന്നു വരുന്ന സമയത്ത് ആരൊക്കെ കൂടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് സത്യസന്ധമായിട്ട് നമ്മൾ നോക്കുന്നത്. നമ്മളെന്തെങ്കിലും ആയതിന് ശേഷം ആവുകയാണെങ്കിൽ നമ്മുടെ ആളാണെന്ന് പറയുന്നതിനേക്കാൾ ഈ വളർച്ചാ ഘട്ടത്തിൽ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ആ വളരുന്നതിനൊരു സന്തോഷവും അല്ലെങ്കിൽ അതിനൊരു എൻ്റെ നാട് എന്നുള്ള ആത്മാർത്ഥത ഉണ്ടാവും. നമ്മളെ വളർത്തിയത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. ചെറിയ ചെറിയ പരിപാടികൾ, കഥ എന്തുണ്ടെങ്കിലും ചാനലുകാരും എല്ലാവരും നമ്മളെ വളർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മറന്നിട്ടല്ല പറയുന്നത്. പക്ഷേ ഇത്തരം ഒരു വലിയൊരു സംഭവം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് മറ്റെവിടെയും ആരും കണ്ടില്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഓടി വന്ന് കാണും, എന്തെങ്കിലും ആവട്ടെ അവൻ്റെ സിനിമയിലൊന്ന് കണ്ടു കളയാം, അവനൊന്ന് പ്രോത്സാഹിപ്പിച്ച് കളയാം എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം. അത് പൊതുവേ ഞാൻ വളരെ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരൊഴികെ ബാക്കി ആൾക്കാരൊന്നും ഈ ഒരു മൈൻഡ് സെറ്റില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ ഒരു മനസ്സ് കാണിക്കുക. എല്ലാം തികഞ്ഞൊരു സിനിമ ഒന്നും ആയിരിക്കില്ല, എങ്കിലും നമ്മളത് കാണാൻ ശ്രമിച്ച് ഒരു കൈ സഹായം എന്ന് പറയുന്ന പോലെ വളർത്താൻ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഉഷാറായിട്ട് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റും. ഗൾഫിൽ വെച്ചാണ് നിർമ്മാതാവ് മുഹമ്മദിനോട് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറഞ്ഞത്. ഈ സിനിമ റിലീസാകുന്നതോടെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായി റഷീദ് പാറയ്ക്കൽ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ അഷ്റഫ് പിലാക്കൽ എന്നാണ് കുട്ടൻ്റെ ഷിനിഗാമിയുടെ പ്രൊഡ്യൂസർ. അയാൾ ഷാർജയിൽ അയാൾക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സമീർ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ റൂമിൽ പോയപ്പോൾ അന്ന് അവിടെ കിടന്നുറങ്ങേണ്ടി വന്നു. അപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിനകത്ത് കിടന്നുറങ്ങിയ വ്യക്തികളൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ അതിൽ പലരും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. അവരൊക്കെ മാറി മാറി പോയി, നീയും അങ്ങനെയാവും എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ ജീവിതം കൊണ്ട് തെളിയിച്ചു തരാം. കാരണം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എന്നുള്ള ആത്മാർത്ഥ വിശ്വാസമുള്ളത്. കാരണം വന്ന വഴി മറന്നൊക്കെ മറന്നു. അതിനുശേഷം അയാൾ ഒരു പക്ഷേ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. എപ്പോൾ വിളിച്ചാലും അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ ഒരു മാറ്റവും ഇല്ല. അതിനുശേഷം ഞാൻ 2 സിനിമ ചെയ്തു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു സിനിമ ചെയ്യാം. മനസ്സിലായോ? അതായത് നമ്മൾ കൊടുത്താൽ തിരിച്ചു കിട്ടും. അത് ദ്രോഹം കൊടുത്ത ദ്രോഹം കിട്ടും, നല്ലത് കൊടുത്ത നല്ലെങ്കിൽ നമുക്ക് നല്ലത്. അതെ അതെ അതെ, അങ്ങനെ സംഭവിച്ചു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിൽ പെടുന്നതാണ് ചിത്രം. ഷിനിഗാമി എന്നൊരു ജാപ്പാനീസ് വാക്കാണ്. കാലൻ എന്നാണ് ഈ വാക്കിനർത്ഥം. നമ്മൾ സങ്കല്പിക്കുന്ന പോലെയും കൊമ്പും തലയുമൊക്കെയുള്ള വികൃത രൂപമല്ല ഷിനിഗാമിക്കുള്ളത്. പാൻറ്റും കോട്ടുമിട്ട കാലൻ ആത്മാവിനെ തേടിയെത്തുന്നതാണ് കഥയിലെ ഉള്ളടക്കമെന്ന് അദ്ദേഹം പറഞ്ഞു. രസകരമായി ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളുമാണ് സ്ത്രീകളടക്കമുള്ളവർ പ്രേക്ഷകർ ഏറ്റെടുത്തതെന്ന് റഷീദ് പാറയ്ക്കൽ പറഞ്ഞു. എന്റർടൈൻമെന്റ് ന്യൂസ്, എനി ടൈം.